ഒരു കുട്ടി വ്ളോഗറെയാണ് നമ്മൾ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറച്ച് ഡിഫറെൻ്റ് ആണ് ഇദ്ദേഹത്തിന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനും ഒരു കാര്യമുണ്ട്. നമുക്ക് എന്താണെന്ന് അറിഞ്ഞു വരാം. ഓക്കെയാണോ? അപ്പോൾ തുടങ്ങിക്കോ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വിഘ്നേഷസ് വ്ലോഗ്. എന്നത്തെയും പോലെ ഹലോ പറഞ്ഞു തുടങ്ങുകയാണ്. തിരുവനന്തപുരം ഉള്ളൂർ സ്വദേശി വിഘ്നേഷ് ഇന്ന് വ്ളോഗറാണ്. യാത്രകൾ എപ്പോഴും സാധ്യമല്ല, അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ വളരെ സ്പെഷ്യലാണ്. വിഘ്നേഷിന് സ്പെഷ്യലായതെല്ലാം വ്ളോഗിലുണ്ട്. എല്ലാരും വ്ളോഗർ എന്നാണ് വിളിക്കണത്. സന്തോഷം. യൂട്യൂബേഴ്സ് വീഡിയോ ഇടുന്ന കണ്ടപ്പോ നമുക്ക് അത് ചെയ്താലോ എന്ന് ഞാനും ചേച്ചിയുടെ അടുത്ത് ചോദിച്ച് ഞാനും ചേച്ചിയും കൂടെ ചെയ്തു. സ്കൂൾ വീഡിയോ എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും ടീച്ചർമാരൊക്കെ കണ്ട് കൊള്ളാന്ന് പറഞ്ഞു എല്ലാവരും. മാതൃഭൂമി ന്യൂസിനോട് ഇന്ന് വ്ളോഗറിന് ഗൗരവമായി എന്തോ പറയാനുണ്ട്. അത് എൻ്റെ മാത്രം ആവശ്യമല്ല, എൻ്റെ പോലത്തുള്ള കുട്ടികൾക്കുള്ള ആവശ്യമാണ്. ഞാൻ ഇപ്പോൾ എവിടെയെങ്കിലും സിനിമ തിയേറ്ററിലാണെങ്കിലും എവിടെയെങ്കിലും പോകാൻ നേരത്താണെങ്കിലും എപ്പോഴും അച്ഛനാണ് എടുത്ത് കയറ്റണം. അവിടെ റാമ്പില്ല. അപ്പം ഞങ്ങൾ പോകാൻ നേരത്ത് ഞങ്ങൾക്ക് റാമ്പില്ലാത്ത സ്ഥലത്താണെങ്കിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റൂല. സിനിമ തിയേറ്ററിൽ കയറാൻ പറ്റില്ല, നമുക്കൊരു ബീച്ചിലും കയറാൻ പറ്റൂല, ബസ്സിലും കയറാൻ പറ്റൂല, ട്രെയിനിൽ പോലും നമുക്ക് കയറാൻ പറ്റില്ല. അപ്പം അത് ഞങ്ങൾക്ക് കയറണമെന്നാണ്, റാമ്പ് ആക്കണമെന്നാണ് എല്ലാ സ്ഥലവും. ജനിതക രോഗമായ ഡ്യൂഷൻ മസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗമാണ് വിഘ്നേഷിനെ ബാധിച്ചത്. വീഡിയോകൾ ചിത്രീകരിക്കാനും എഡിറ്റ് ചെയ്യാനുമൊക്കെ പിന്തുണയുമായി കുടുംബമൊപ്പമുണ്ട്. പിന്നെ ഇത് തുടങ്ങിയിട്ട് എനിക്കൊന്ന് 2-3 വർഷമായിട്ടുണ്ട്. പിന്നെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നത് കുറവായിരുന്നു ആദ്യമൊക്കെ. പിന്നെ ഇവന് ഇഷ്ടം കൂടുതലാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇടാനും എല്ലാത്തിനും. അപ്പോൾ പിന്നെ ഓരോ കണ്ടന്റ് ഉണ്ടാക്കുക ഇടുക, അങ്ങനെ പോകുന്നുണ്ട്. ആൾ സ്വന്തമായിട്ട് അറിഞ്ഞു തുടങ്ങി, ആളുടെ ആവശ്യം എന്താണെന്ന് ആൾ മനസ്സിലാക്കി, അങ്ങനെ ആൾ പറയുന്നതാണ്. എൻ്റെ ഇതിൽ സംസാരത്തിലൊന്നും എൻ്റെ യാതൊരു ഇതുമില്ല. ഒരുപാട് മോഹങ്ങൾ മനസ്സിലുണ്ട്. ആഗ്രഹങ്ങളിലേക്ക് ഇറങ്ങണമെങ്കിൽ വഴികൾ ഭിന്നശേഷി സൗഹൃദമാകണം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്തിരി സ്പെഷ്യലാണ്. എൻ്റെ കൂടെ ഉള്ളത് മാതൃഭൂമി ന്യൂസാണ്. അപ്പം ഞാൻ പറഞ്ഞ ആവശ്യങ്ങൾ എനിക്ക് നടക്കണമെന്നാണ് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി, വിഘ്നേഷ് വ്ലോഗ്. സുജിത് എംബസിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. നല്ല പ്ലസന്റ് ഫേസ് ആണ് വിഘ്നേഷിന്റെ അല്ലേ? എപ്പോഴും മുഖത്ത് ആ ചിരിയുണ്ട്. അതായിരുന്നു ഞാൻ ശ്രദ്ധിച്ചത്. രാഹുൽ ജി നാഥ് നമുക്കൊപ്പം ചേർന്നുണ്ട്. രാഹുൽ, ആഗ്രഹങ്ങൾ ഒരുപാടുള്ള ഒരു കുട്ടിയാണ്. അവൻ പറയുന്ന ഒരു കാര്യം, ഈ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ വഴികൾ ഭിന്നശേഷി സൗഹൃദമാകണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു തിയേറ്ററിൽ പോകണമെങ്കിൽ തന്നെ അച്ഛൻ എടുത്തുകൊണ്ട് പോവേണ്ടി വരുന്നു. പക്ഷെ അതൊക്കെ മാറണം എന്ന രീതിയിൽ ഒരു ആഗ്രഹമാണ് ഈ കുട്ടി മുന്നോട്ട് വെക്കുന്നത് അല്ലേ? രാഹുൽ, പറയൂ കൂടുതൽ വിശേഷങ്ങൾ. ഈ ആഗ്രഹങ്ങളുടെ തോത് എന്ന് പറയുന്നത് വലുതാണ്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. കാരണം ചില ആഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൂടും, ചിലതിന് പ്രാധാന്യം ഈ താരതമ്യേന കുറയുകയും ചെയ്യും. പക്ഷേ ഇവിടെ എന്തായാലും നമ്മോട് വിഘ്നേഷ് പറയുന്ന ആഗ്രഹത്തിൻ്റെ വലിപ്പം അത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതാണ്. കാരണം സഞ്ചരിക്കാനാകുക, സ്വാതന്ത്ര്യത്തോടെ മുന്നോട്ട് പോകാനാകുക എന്നുള്ളതാണ് വിഘ്നേഷിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അത് എല്ലാ സർക്കാരുകളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം കൂടിയാണ്. അത് വ്യാപകമാകണം എന്നുള്ളതാണ് തുറന്നു കാട്ടപ്പെടുന്നത്. ഒപ്പം മറ്റൊരു ആഗ്രഹം കൂടി പറയാതെ പറഞ്ഞു എന്നോട്, സഞ്ജു സാംസണെ ഒന്ന് കാണണം, ഒന്നൊപ്പം നിൽക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. കാരണം 2020 വേൾഡ് കപ്പ് നേടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആരാധനാപാത്രമാണ് ഉണ്ടാകുമല്ലോ. അങ്ങനെ ആരാധനാപാത്രമായി സഞ്ജു മാറിയിരിക്കുകയാണ്. അപ്പോൾ സഞ്ജുവിനെ ഒന്ന് കാണണം. തിരുവനന്തപുരത്ത് തന്നെയാണല്ലോ സഞ്ജു ഉള്ളത്. അപ്പോൾ ഈ സഞ്ജു ചേട്ടനെ കാണണം എന്നാണ് നമ്മോട് പറഞ്ഞത്. അപ്പോൾ ആ ആഗ്രഹം നിൽപ്പുണ്ട്. എന്തായാലും ഇത്തരത്തിൽ വിഘ്നേഷിൻ്റെ വ്ളോഗൊക്കെ കുറച്ച് നാളുകളായി നമ്മളും കാണുന്നുണ്ട്. അതായത് എല്ലാ യാത്രകളും എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ വീഡിയോ ആക്കി മാറ്റുക, ഓർമ്മകളാക്കി മാറ്റുക എന്നുള്ളതാണ്. അതിന് പിന്തുണ നൽകുന്ന മാതാപിതാക്കളാണ്. ആ പിന്തുണ നൽകുന്നവർ എടുക്കുന്ന ഒരു എഫേർട്ട് അത് ഭയങ്കര വലുതാണ്. അതിന് നമ്മളാൽ കഴിയുന്ന ഒരു വലിയ എന്താ പറയുക, നമ്മൾ എന്നുദ്ദേശിക്കുന്നത് സംവിധാനങ്ങളാണ്, സർക്കാരാണ്. അവർ കൂടി വലിയ പിന്തുണ നൽകിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള വീഡിയോകളിൽ പുഞ്ചിരിച്ചുകൊണ്ട്, നല്ല ശബ്ദത്തിൽ കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട്, നല്ല രീതിയിൽ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടൊക്കെ വീഡിയോയും കാര്യങ്ങളും ഓർമ്മകളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതിന് പിന്തുണ നൽകണമെന്ന് തന്നെയാണ് വിഘ്നേഷ് വ്ളോഗിലൂടെ അഭ്യർത്ഥിക്കുന്നത്. ഇനിയും ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. കാരണം അടിസ്ഥാനപരമായി എന്താണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയാണ് മാതൃഭൂമി വിളിച്ച് വിഘ്നേഷ് ഇത് പറയുന്നത്. അപ്പോൾ വ്ളോഗ് എന്തായാലും തുടരും. വ്ളോഗർ എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു മേൽവിലാസമുണ്ട്, ഇഷ്ടപ്പെട്ടൊരു മേൽവിലാസമാണ്. ആ മേൽവിലാസത്തിന് അപ്പുറത്തേക്ക് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളിലേക്ക് നടക്കാൻ പ്രാപ്തരാക്കേണ്ടത് എന്താണ്? ഈ പറയുന്നതുള്ള കാര്യങ്ങളാണ്. വിഘ്നേഷ് എന്ന് പറഞ്ഞാൽ ഈ അസുഖം ബാധിച്ചത് കൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരാണ്. ബുധനാഴ്ചകളിൽ വീട്ടിൽ പോയി ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസമാണ്, വീട്ടിൽ പോയി അധ്യാപകർ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവരുടെ പിന്തുണയും ഒക്കെയുണ്ട്. അങ്ങനെ ഈ പൊതുവിദ്യാഭ്യാസം നൽകുന്ന കുറേയധികം ഒട്ടനവധി നല്ല പദ്ധതികളുണ്ട്. അതിലൂടെയൊക്കെ കടന്ന്
വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പം കനകക്കുന്നിലൊരു ഡിസേബിളായ ആളുകൾക്കുള്ള പാർക്കുണ്ട്. അപ്പോൾ അത്തരത്തിൽ എല്ലാ ഇടങ്ങളിലും ഇതെത്തണം. അങ്ങനെ ആ ലോകം അത് അവർ കൂടി ഉള്ളതാണെന്നൊരു തോന്നൽ സ്വന്തമായി ഉണ്ടാകണമെന്ന ചിന്തയാണ് പറയുന്നത്. ആഗ്രഹം അല്ലെ, അതാണ് നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഭിന്നശേഷി സൗഹൃദം കൂടിയാകണം. അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നിറവേറണമെങ്കിൽ ഇതുപോലെ ഭിന്നശേഷി സൗഹൃദമാകണം നമ്മുടെ സംവിധാനങ്ങൾ എന്നതാണ് വിഘ്നേഷ് പറയുന്നത്. അതോടൊപ്പം രാഹുൽ സൂചിപ്പിച്ചതുപോലെ വിഘ്നേഷിന്റെ ഒരു ആഗ്രഹം സഞ്ജു സാംസനെ നേരിട്ട് കാണണം എന്നതാണ്. ഈ റിപ്പോർട്ട് സഞ്ജു കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും വഴി സഞ്ജുവിനടുത്ത് എത്തുകയാണെങ്കിൽ വിഘ്നേഷിന്റെ ആ ഒരു ആഗ്രഹം കൂടി സഫലമാകട്ടെ എന്നും നമ്മൾ ആശംസിക്കും.